ഇന്നലെ ഞങ്ങൾ 5ാമത്തെ വീടിൻ്റെ പാലുകാച്ചിലായിരുന്നു. ഓരോ പാലുകാച്ചലിനും പായസം, കോഫി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കാനാണ് പതിവ്. ഇത് വെറൈറ്റി ആയിട്ട് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കി. അതെന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് വരൂ. അതിനു മുന്നേ ഹേയ് ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് സ്റ്റാർട്ട് യുവർ ലൈഫ് ടുഗദർ. ഇന്നലെ രാത്രി പാല് മേടിക്കാൻ മറന്നു. അതുകൊണ്ട് രാവിലെ തന്നെ സേട്ടുന് ഞാൻ പാല് മേടിക്കാൻ അങ്ങോട്ട് വിട്ടു. അതുകൊണ്ടാണ് ഈ ഉറക്കം പിടിച്ചിട്ടുള്ള ഈ ടാറ്റ. ആ സമയം കൊണ്ട് കുറച്ച് ഓഫീസ് പണി തീർക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ പണിയിലേക്ക് അങ്ങോട്ട് ഇരുന്നു. 5 വട്ടം പാല് കാച്ചൽ നടത്തിയോണ്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇപ്രാവശ്യം അത് ഉപകാരപ്പെടാൻ പോകുന്നില്ല. കാരണം ഇനി തീയോണ്ടുള്ള കളികളൊക്കെ നിർത്തി. ഇനി കുറച്ച് കരണ്ട് വെച്ച് കളിക്കാന്ന് വെച്ചു. അതെ, ഇന്നത്തെ നമ്മുടെ പാല് കാച്ചൽ ഇൻഡക്ഷനിലാണ്. കറണ്ട് വെച്ച് പണിയെടുക്കാൻ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് വിത്ത് പ്രോപ്പർ സൂപ്പർവിഷനാണ് ഞാൻ ഇന്ന് പണിയെടുക്കണം. അതായത് ഞാൻ തെറ്റ് വല്ലതും ചെയ്യുന്നുണ്ടെന്ന് നോക്കി കറക്റ്റ് ആക്കാനുള്ള സൂപ്പർവിഷനാണ്. ഇന്ന് 2 കാര്യത്തിനാണ് സൂപ്പർവിഷൻ മെയിനായിട്ട്. ഒന്ന്, ഇൻഡക്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നും. 2, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാല് കാച്ചിലിന് വേറൊരു വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കണേന്ന്, അതും. അപ്പൊ ഞാൻ എന്താ ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ലല്ലോ. ആ വെറൈറ്റി സാധനമാണ് ഹോട്ട് ചോക്ലേറ്റ്. ഇതാണ് ഇപ്പൊ വലിയ വെറൈറ്റി സാധനം. അങ്ങനെ വിചാരിക്കണതിന് മുന്നേ ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതാദ്യം പറയാം. ഞാൻ ഏതോ ഒരു സാറ്റർഡേ ഓഫീസ് പണിയിൽ ഇരിക്കുകയായിരുന്നു. സേട്ടുൻ്റെ ഓഫ് ഡേ വരുന്നതോ സാറ്റർഡേ സൺഡേ. അപ്പോൾ സേട്ടു കുറച്ച് വീട്ടു സാധനങ്ങൾ ഓൺലൈൻ മേടിക്കാന്ന് വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഡാർക്ക് ചോക്ലേറ്റ് വേണോന്ന്. ഞാനൊരു ചോക്ലേറ്റ് കുതിച്ചായതുകൊണ്ട് അപ്പം തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. 90% ചോക്ലേറ്റ് ആണ് കേട്ടാ എന്നും പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് രജിസ്റ്റർ ആയില്ല. പക്ഷെ അപ്പം തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സേട്ടു 90% ചോക്ലേറ്റ് ആണ് കേട്ടാ, വേണ്ടാന്ന് ഉറപ്പാണോ എന്നൊരു ചോദ്യം. നല്ലൊരു സാധനമാണെങ്കിൽ മാത്രമാണ് സേട്ടു അങ്ങനെ പറയാറ്. പണിയിടയിൽ ചോക്ലേറ്റ് എന്ന വാക്കും വേണ്ടാന്ന് ഉറപ്പാണോ എന്നും കൂടി ചോദിച്ചപ്പോൾ ഒരുപാട് ചിന്തിക്കാതെ എടുത്തു ചാടി ആ മേടിച്ചോ എന്ന കൺക്ലൂഷനിലും എത്തി. അത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ 90% കൊക്കോ എന്ന് കണ്ടത്. 70% കൊക്കോ ഉള്ള ചോക്ലേറ്റ് പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്നിട്ടാണോ 90%? എൻ്റെ ഭർത്താവ് എന്നെ പോലെ ഒരു ചോക്ലേറ്റ് കൊതിയനായതുകൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞ് സേട്ടുവിന് അത് ബോധ്യപ്പെട്ടു, നമുക്ക് പറ്റിയ സാധനം അല്ല എന്ന്. ഇത് ഇനി എങ്ങനെ തീർക്കും? വെറുതെ കഴിക്കാൻ ഇത് എന്തായാലും പറ്റില്ല. അപ്പോൾ സേട്ടു പറഞ്ഞു ഞാനിത് ഓഫീസിൽ ചെന്ന് പാലിലിട്ട് ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് കുടിക്കും. അങ്ങനെങ്കിൽ ഈ ചോക്ലേറ്റ് ഒന്ന് തീരുവല്ലോ, ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ആ പരീക്ഷണം അങ്ങോട്ട് സക്സസ്ഫുൾ ആയി. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ദിവസം അത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത്. കാച്ചി 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 ശീലമായിരുന്നു മൊബൈൽ. ആദ്യമായിട്ടാണ് ഇൻഡക്ഷനിൽ കാച്ചുന്നത്, അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ പാല് കാച്ചിലൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്കൊരു ഹോം ടൂർ ആയാലോ. നേരത്തെ വീട്ടിൽ കുറച്ചൊന്ന് കണ്ടു കാണും. ഇപ്പം ഞാനൊന്ന് വിസ്തരിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. കമോൺ. ഇതാണ് കിച്ചൺ. എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ കിച്ചണാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു കുട്ടി കിച്ചൺ. എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എൻട്രൻസിന് കൊണ്ട് വരും. ഇതാണ് ഹാൾ. ഞാൻ പറഞ്ഞത് ഒന്നുമില്ല, അതുകൊണ്ട് നല്ല സൗകര്യമുണ്ട്, നല്ല സുഖമുണ്ട്. നമുക്ക് ഓടി നടക്കാം, ചാടി നടക്കാം, ഡാൻസ് കളിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് സ്പേസ്. പിന്നെ അത് ബെഡ്റൂം, ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ ഇത് ബാൽക്കണി, കുറച്ച് സ്പേഷ്യസ് ആണ്. രാത്രിയാണ്, ഇരുട്ട, ഒന്നും കാണില്ല. പിന്നെ ഇവിടെയാണ് ബാത്റൂം, വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ. 1 ബെഡ്റൂം ആണെങ്കിലും ഇവിടെ 2 ബാത്റൂം ഉണ്ട്. അതായത് ഒന്ന് കുളിമുറി, ഒന്ന് നമുക്ക് ബാത്റൂമിൽ പോകാനുള്ളതാണ്, ക്ലോസറ്റ് ഉള്ളത്. അപ്പം അങ്ങനെ 2 തിരിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് 2 ഇരട്ടിപ്പണി, 2 ബാത്റൂം കഴുകുന്ന പോലത്തെ ഒരു ഫീല. 2 ഫ്ലോർ ഇവർക്ക് തട്ടിയിട്ട് ഒന്നാക്കിയാൽ മതി, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ ബെഡ്റൂം. ഞാൻ കുറച്ച് എക്സൈറ്റഡാണ്. ഭയങ്കര വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല എൻ്റെ അകത്ത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫെയറി ലൈറ്റ്സ് ഒക്കെ. അതിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ട ആ ലൈറ്റിൽ സിനിമ കാണുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, ആ ഒരു വൈബ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലിയാണ്, ഇപ്പോഴാണ് ഞങ്ങൾ വെച്ചത്. കഴിഞ്ഞ ഫ്ലാറ്റ്സിലൊന്നും ഇത് വെക്കാൻ പറ്റില്ല. പ്രാവശ്യം വിചാരിച്ചു ആ ലൈറ്റ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുക ബർത്ത്ഡേസ് വരുമ്പോൾ അല്ലെങ്കിൽ ആനിവേഴ്സറി വരുമ്പോൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ ചെയ്യാറ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പെർമനൻ്റ് ആക്കി വെച്ചോളാം, വെറുതെ വേസ്റ്റ് ചെയ്യാണ്ടല്ലോ, ഇരുന്ന് വെറുതെ കേടാവും, അത് വേറെ കാര്യം. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഓണാക്കുക, ആ ഒരു വൈബിലിരിക്കുക, നല്ല രസമാണ്. അപ്പം ഞാൻ സൈറ്റും കൂടിയിട്ട് ഇങ്ങനെ കുറച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രസത്തിൽ. അതുകൊണ്ടാണ് മെയിനായിട്ട് വൈകുന്നേരം ഞാൻ ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിക്കാൻ കാരണം. അപ്പോൾ കണ്ടാലോ, വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു സംഭവമാണ്.
എത്രത്തോളം ഈ ലൈറ്റ് ഒക്കെ ക്യാമറയിൽ കൂടെ എടുക്കണമെന്ന് എനിക്കറിയില്ല. ഇതില് ഞാൻ നോക്കുമ്പോൾ ക്യാമറയിൽ കൂടെ കാണാൻ വലിയ രസമൊന്നുമില്ല, വെറുതെ എന്തൊക്കെയോ ലൈറ്റ് നോക്കിയിട്ട പോലെ തോന്നുള്ളൂ. പക്ഷെ ആക്ച്വലി ഇവിടെ ഇരിക്കുമ്പോൾ ഈ വൈബും ഇതൊക്കെ നല്ല രസമുണ്ട്. ഈ ഡോറൊക്കെ അടിച്ചിടുമ്പോൾ അവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ പ്രത്യേക രസമാണ്. സോ അതാണ് ബേസിക്കലി ഞങ്ങളുടെ ഹോം ടൂർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് താഴെ പോയിട്ട് താഴത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിക്കാം. കമോൺ. ഇതാണ് ഞങ്ങളുടെ സൊസൈറ്റി. ഇവിടെ ഒരു സീക്രട്ട് സ്ഥലമുണ്ട്. ദേ ഇവിടെ ചെടിയൊക്കെ കാണില്ലേ, അവിടെയാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് സ്ഥലം. പുറത്തും നോക്കി ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ടേ കാണില്ല. സാധനങ്ങൾ മേടിച്ചു എന്നിട്ട് ഞാൻ ആ സ്ഥലം കാണിക്കാം. പൂനെയിൽ ഇങ്ങനെ മിക്ക സ്ഥലത്തും ഞാൻ കുട്ടി സ്റ്റോൾസ് കാണാറുണ്ട്. വീക്ക്ലി മാർക്കറ്റ്സ് എന്നാണ് തന്നെ പറയുക. ആഴ്ചയിൽ ഒരിക്കലാണ് ഇവിടെ ഇങ്ങനെ താഴെ സ്റ്റോൾസ് ഉണ്ടാവുക. അവിടെ ഈ വെജിറ്റബിൾസ്, അച്ചാർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാറുണ്ട്. ഒരു പെർട്ടിക്കുലർ ദിവസമാണ് ഈ സ്റ്റോൾസ് ഉണ്ടാവാറ്. ഇങ്ങനെ പൂനെയിലെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. വീക്ക്ലി മാർക്കറ്റ്സ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഫാമേഴ്സിന് മിഡിൽമാൻ ഒഴിവാക്കി ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ മാർക്കറ്റ്. ഇനി ഞാൻ പറഞ്ഞ സീക്രട്ട് സ്ഥലത്തേക്ക് പോവാം. ഇവിടെ താഴെ ക്ലബ് ഹൗസ് ഉണ്ട്. അത് ചെറുതാ. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്ന്. മുകളിൽ നോക്കിയപ്പോൾ നല്ല ചെടി ഭംഗിയിൽ കിടക്കണം കണ്ടു. കാർ പാർക്കിംഗ് മാത്രമുള്ള ബിൽഡിങ്ങിൽ എന്തുണ്ടാവാനാന്ന് വിചാരിച്ച ആദ്യം. ചുമ്മാ ഒന്ന് മുകളിൽ കയറി നോക്കാന്ന് വെച്ച് ലെഫ്റ്റ് കയറിയപ്പോൾ അവസാനത്തെ ഫ്ലോർ ടീ എന്ന് പറഞ്ഞു കണ്ടു. അവിടെ ചെന്നപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞെട്ടി. ഇത്രയും ചെറിയ സ്പേസിൽ എല്ലാ അക്കൗണ്ടന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ടെന്നീസ് കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, കിഡ്സ് ഏരിയ, ബോക്സ് ക്രിക്കറ്റ്, മിനി ഗോൾഫ്, ഇരിക്കാനുള്ള ഒരു സ്പേസ്, അങ്ങനെ നിറയെ ചെടിയൊക്കെ വെച്ചൊരു പാർക്ക് ഫീൽ കൊണ്ടുവന്നുണ്ട്. മിനി ഗോൾഫിലാണ് ചേട്ടൻ്റെ കെടുപ്പ്. അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ടെറസായിരുന്നു അത്. എന്താണ് ഇവിടെ നടക്കുന്നത്? 10ാമത്തെ വീട് പാല് കാച്ചി. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പാല് കാച്ചത്. ഓഫിന്റെ ബട്ടൺ ഞെക്കിയാ മതി. പോയിട്ട് വേണമെങ്കിൽ ആ സാധനം നാശാക്കാം. എങ്ങനെ എനിക്ക് ഉണ്ടാക്കാറില്ല. ഒരു 4 5 തൊട്ടോ 6 തൊട്ടോ കണക്ക് അത് കുത്തിപ്പിടിക്കണമെങ്കിൽ എനിക്ക് ആ കട്ട പിടിച്ചിരിക്കണ്ടാവോ അവിടെ അടിയില്. പഞ്ചാബ് തന്നെ മറ്റേ നിന്റെ അപ്പുറത്തേക്ക് ഞാൻ അതൊക്കെ ഇട്ടോ നോക്കിക്കോ. ധൈര്യം ശരിക്കും ധൈര്യം ഉണ്ട്.